ഓക്കെ ഗായ്സ്, അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വളം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. 5 പൈസേൻ്റെ ചിലവില്ലാണ്ട് ഒരു സൂപ്പർ വളം. ഓക്കെ, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ആ കൊണ്ടുപോകുന്നത്. അപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്നെക്കാൾ അറിവുള്ള ആൾ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, ഇതിലൂടെയൊക്കെ പണ്ട് ഈസി ആയിട്ട് നടക്കാൻ പറ്റുമായിരുന്നു കേട്ടോ. ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ അതെ അതെ. ആദ്യം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ ചീരേൻ്റെ ഇല കണ്ടോ, നെറ്റിപ്പട്ടം മരുണ്ട്. രണ്ട് തണ്ട് മതി അല്ലേ? 2 തണ്ട് മതി. വളരട്ടെ വളരട്ടെ വളരട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വീട്ടിലും പെട്ടെന്ന് 5 പൈസേൻ്റെ ചിലവില്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വളം അച്ഛൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ തെങ്ങൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അത്യുഗ്രൻ വളമാണ് അച്ഛൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഡാഡ് തുടങ്ങാം. ഓക്കെ, ഇൻഗ്രീഡിയൻസ് നമുക്ക് അമ്മ ചൂല് തപ്പുക. അമ്മ ചൂലിൻ്റെ ആളാണ്. അമ്മ ആ ഭാഗത്തേക്ക് പോവും. ഓക്കെ, അച്ഛൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഏറെക്കുറെ പൂവൊക്കെ കുഴിഞ്ഞു പോയി, പക്ഷേ കുറേ എണ്ണം കായായിട്ടുണ്ട്. ഞാൻ എന്നും കാണിക്കുന്നതാണ്. ഇവനെയാണ് ഞാൻ ആദ്യം നോക്കി. ഇതേ പേരയ്ക്ക. ഓക്കെ, 2 ചീത്ത കേട്ടാലും കുഴപ്പമില്ല ഗായ്സ്. പേരയ്ക്ക അതാ മണ്ണിൽ ഉരുളാൻ വന്നു. അച്ഛൻ തൊട്ടാലേ ഉള്ളൂ അങ്ങനെ. ഞാൻ തൊട്ട് കഴിഞ്ഞാൽ കടിക്കും. ഞാൻ കാണിച്ചുതരാം. അച്ഛൻ തൊട്ടില്ലേ, ഇനി ഞാൻ തൊട്ടാ നോക്ക്. അതെന്ത് പറ്റി? സാധാരണ കടിക്കുമല്ലോ എന്നെ. നല്ലത്, ഞുഞ്ഞു അവിടെ കിടന്നോ. ഞാൻ മറ്റേ തല കിട്ടാത്തതിൻ്റെയാ. ഓക്കെ, അപ്പൊ അച്ഛാ നമുക്ക് തുടങ്ങാം. അപ്പൊ ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് 5 പൈസക്ക് ചെലവില്ലാതെ ഈ ചക്ക സീസൺ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ വളം. ഓക്കെ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി 2 ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വളമാണ്. ഞാൻ ആ ഇൻഗ്രീഡിയൻസ് ആദ്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാം. ഓക്കെ, ഇത് ചക്ക മടൽ, പഴുത്ത ചക്കയുടെ മടൽ. നമ്മളിപ്പോ വിയറ്റ്നാം വെള്ളി ഇതായിരിക്കണു. മുമ്പ് പൊളിച്ചിരുന്നല്ലോ, അത് പഴുത്തിട്ടുണ്ടായിരുന്നു. ഇതുണ്ടല്ലോ മടല്, അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങള്. അതെ, അതായത് നമുക്ക് എഡിബിൾ അല്ലാത്ത, കഴിക്കാൻ പറ്റാത്ത എല്ലാ വേസ്റ്റുകളും. ഓക്കെ, വളരെ നേരത്തതായിട്ട് അരിയണം കേട്ടോ. വളരെ കുഞ്ഞതായിട്ട് അരിഞ്ഞതിന് ശേഷം ഓക്കെ, ഇത് ഒരു ചക്കയുടെ മടൽ മൊത്തം ഉണ്ട് കേട്ടോ. ഒരു ഫുൾ ചക്കയുടെ മടലുകളാണ് കേട്ടോ കാണുന്നത്. വളരെ കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് അടുത്തത് 2 ദിവസം പഴകിയ കഞ്ഞിവെള്ളമാണ് കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് വെക്കാൻ പറഞ്ഞതാണ് 2 ദിവസം പഴകിയത്. ഇവനെ നമ്മൾ ഇത് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതിൽ ശരിക്കും ഒഴിക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ നമ്മളൊരു പച്ചവെള്ളം കൂടി ഇട്ട് ഇവനെ മുങ്ങത്തക്ക രീതിയിൽ മുങ്ങുന്ന ലെവലിൽ നമുക്കിത് എടുത്തു വെക്കാം അല്ലേ. നമ്മൾ 7 days മാറ്റി വെക്കും. 7 ദിവസം അടച്ചു മാറ്റി വെക്കണം. ഓക്കെ, 7 ദിവസം നമ്മളിത് എടുത്തു വെക്കണം കേട്ടോ. മാറ്റി വെക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഗുണങ്ങൾ. ഓക്കെ, ഇനി നമുക്കിതിന്റെ ആഡ് ചെയ്ത സാധനങ്ങൾ എന്തൊക്കെ അടങ്ങിയെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ചക്കയുടെ മടലിലുണ്ടല്ലോ നല്ല പൊട്ടാസ്യത്തിന്റെ ഒരു സ്റ്റോറേജ് ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇത് നന്നായിട്ട് പൊട്ടാസ്യം എന്ന് പറഞ്ഞ ചെടികളുടെ വളർച്ചയ്ക്ക് ബെസ്റ്റ് ആണ് അല്ലേ. വളരെ ബെസ്റ്റാണ്. ഓക്കെ, അതൊന്ന്. മറ്റൊന്ന് കഞ്ഞിവെള്ളം, അന്നജം, സ്റ്റാർച്ച്, കാർബോഹൈഡ്രേറ്റ് അടിയിലോട്ട് ഇറങ്ങി ചെന്നിട്ട് ചെടികളെ വളരെ നല്ല ഗ്രോത്ത് കൊടുക്കും. അതായത് മൊത്തം ഇത് ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഇതും കൂടി കൂടുമ്പോൾ ഉണ്ടല്ലോ, ഇത് കൂടുന്ന സമയത്ത് ഒരു പ്രത്യേക ഫോം വരാണ്ട്. അതായത് അതിനെന്താ പറയുന്നത്, നമ്മള് ഒരു ഗ്രോത്ത് ഹോർമോൺ പ്രൊഡ്യൂസ് ആവാൻ. ഗ്രോത്ത് ഹോർമോൺസ് അല്ലേ? ഗ്രോത്ത് ഹോർമോൺസ് പ്രൊഡ്യൂസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ 7 days വെക്കുമ്പോൾ ഉണ്ടല്ലോ, അവൻ കറക്റ്റ് അതിന്റെ
ഫോറിനേഴ്സ് വരും. നമുക്ക് ഡൈല്യൂട്ട് ചെയ്യണം. ഡൈല്യൂട്ട് ചെയ്യണം അല്ലേ? ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ തെങ്ങിനാണ്. തെങ്ങിനല്ലേ? നമ്മൾ 15 മാസം പ്രായമായ നമ്മുടെ തെങ്ങിന്റെ ഗ്രോത്ത് ഒന്ന് ഓക്കെ, തെങ്ങ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഇത് കഴിഞ്ഞതിന് ശേഷം കാരണം ഞാൻ അതൊരു 4-5 പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ എന്നാൽ ഞാൻ ആ തെങ്ങൊന്ന് കാണിച്ചിട്ട് വരാം ഗൈസ്. ഓക്കെ, നമ്മൾ തെങ്ങ് കാണിക്കാൻ വന്നാണ്. നമ്മൾ വാഴയാണ് കേട്ടോ ആദ്യം കാണിക്കുന്നത്. 6 മാസം പ്രായമായ റോബസ്റ്റയാണ്. അടുത്ത എലിയോട് കൂടിയിട്ട് കൊല വരാൻ പോവാണ്. ഓക്കെ, മാസമാകുമ്പോൾ ഇത് കഴിച്ചിരിക്കും. നമ്മുടെ റോബസ്റ്റയാണ് കേട്ടോ. നമുക്ക് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ നമുക്ക് നമ്മുടെ പഴം തരും. ഓക്കെ, നമുക്ക് നമ്മുടെ തെങ്ങിനെ ഒന്ന് കാണിച്ചു കൊടുക്കാം. 15 months കഴിഞ്ഞ വർഷം ഓൾമോസ്റ്റ് ഞാനൊരു ഇതിപ്പോ ജനുവരി കഴിഞ്ഞ വർഷം, അതായത് 2024 ലാസ്റ്റോട് കൂടിയിട്ട് ചെയ്ത സംഭവം. 2024 ലാസ്റ്റിൽ കുഴിച്ചിട്ടതാണ് കേട്ടോ. ഡേറ്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. സെപ്റ്റംബർ. ഓക്കെ, ഈ തെങ്ങിനെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കൂ. ഇത് നമ്മുടെ എന്ത് തെങ്ങാണ്? രാംഗംഗ. ഞാൻ ഇപ്പൊ നമ്മൾ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, 6 പ്രാവശ്യം 7 പ്രാവശ്യം ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ ഇതിന് തെങ്ങിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളിത് ഡൈല്യൂട്ട് ചെയ്യേണ്ട വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, ഡയറക്റ്റ് ഇത് സംഭവം മിക്സ് ഉണ്ടല്ലോ, ആ മടലോട് കൂടിക്കുന്ന ചിലപ്പോൾ 7 days വെള്ളത്തിൽ വെക്കുന്ന സമയത്ത് 7 ദിവസത്തിന് ശേഷം അത് മെൽറ്റ് ആയി വരില്ല. ഓക്കെ, എന്നാലും ഒഴിക്കാം. ഡയറക്റ്റ് ഒഴിക്കാം അല്ലേ? ചെടികൾക്ക് വരുമ്പോൾ നമുക്ക് അതൊന്ന് ഡൈല്യൂട്ട് ചെയ്യണം, ഫിൽറ്റർ ചെയ്യണം അല്ലേ? ഓക്കെ, അപ്പം അങ്ങനെയാണ് കേട്ടോ. ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പം ഇതിൻ്റെ തേങ്ങ ഏറെക്കുറെ ഈ ഭാഗത്തൊക്കെ ആയിരിക്കും കേട്ടോ. ഇതിനുണ്ടാവില്ല. ചെറിയ കൊച്ചുങ്ങൾക്ക് വരെ ഇതിന്റെ തേങ്ങ പറിക്കാം. ഒന്നല്ല, ഇവിടെ 3 ഉണ്ട് റോല്. ഓക്കെ, അപ്പം ഇതിൻ്റെ തെങ്ങിനൊക്കെ പറ്റിയൊരു വളമാണ്. അപ്പം അത് നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഒരു മുങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി 4 ലിറ്റർ ഉണ്ടാവും കേട്ടോ. 4 ലിറ്റർ ഉണ്ടാവും. ഒരു ചക്കയുടെ മടലും ഉണ്ട്. ഓക്കെ, ഇതിന് ഓക്കെ ഒരു 1 വീക്ക് ഒരു പഴം ഉണ്ട് കേട്ടോ ഗൈസ്. പഴയ കിടന്നോട്ടെ, അത് നല്ലതാ. അതുമല്ല, നൈട്രജൻ അല്ലേ? നമ്മൾ ശർക്കര സെപ്പറേറ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ? ഇതെന്താ പഴുത്ത ചക്കയുടെ മടലാണ്. ഇത് ഓൾമോസ്റ്റ് ഷുഗർ കണ്ടന്റ് ആണ്. ഓക്കെ, ഓക്കെ, ഷുഗർ എല്ലാം അതിൽ ആഡ് ആയി. ഓക്കെ, അപ്പോൾ അതും കൂടി ഒരു പോയിന്റ് ആണ് കേട്ടോ. ഷുഗർ ആഡ് ചെയ്യേണ്ട, എല്ലാ ഫെർമെന്റേഷനും കറക്റ്റ് ആയിട്ട് നടന്നോളൂ. കാരണം പഴുത്ത ചക്കയുടെ മടലാവുമ്പം അതിനകത്ത് ഷുഗർ കണ്ടന്റ് ഉണ്ടാവും നല്ല രീതിയിൽ. അപ്പം 7 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡൈല്യൂട്ടഡ് ആണ് ചെടികൾക്ക് അപ്ലൈ ചെയ്യാൻ. 1:5 റേഷ്യോയിൽ ചെടികൾക്ക് അപ്ലൈ ചെയ്യാൻ. അങ്ങനെ വേണം കേട്ടോ യൂസ് ചെയ്യാൻ. തെങ്ങിന് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഒഴിക്കാം അല്ലേ? മടലോട് കൂടി ഒഴിക്കാം. ഓക്കെ, തെങ്ങിന്റെ പറ്റി ഏറ്റവും ബെസ്റ്റ് ഒരു വളമാണ്. നിങ്ങളെ വീട്ടിൽ കഞ്ഞിവെള്ളവും ഒന്നടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യമാണ്, ഒന്നടങ്ങിയിരിക്കുന്ന സ്റ്റാർച്ച് ആണ്, നമ്മുടെ സ്റ്റാർച്ച്, കാർബോഹൈഡ്രേറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും ചെടികൾക്ക് വളരെ ആവശ്യമുള്ള കാര്യമാണ്. എത്ര ദിവസം എടുത്ത് വെക്കണം? 7 ദിവസം അല്ലേ? അപ്പൊ നമുക്ക് അന്ന് ഉണ്ടാക്കിയ വെള്ളത്തിന്റെ സൈഡിൽ തന്നെ കൊണ്ടുവയ്ക്കാം. ഒരു വളം അവിടെ ബാക്കിൽ ഇരിക്കുന്നുണ്ട്, പഴകിയ വെള്ളമാണ്. ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പൊ അങ്ങനെയാണ് കേട്ടോ ഇത് വെക്കുന്നുണ്ട്. ഓക്കെ, 7 days കഴിഞ്ഞിട്ട് നമ്മളിത് അപ്ലൈ ചെയ്യുന്ന വീഡിയോ കൂടി കാണിച്ചു തരാം കേട്ടോ. എവിടെ മമ്മി പരിപാടിക്ക് പോയോ? മമ്മി അതാ അവിടെ കാണിച്ചു തരേ. ഇതാ അവിടെയുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ വളമൊക്കെ ഉണ്ടാക്കി നമ്മളിത് കുട്ടപ്പനാക്കി അടച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ടും എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ വീഡിയോ നമ്മൾ വേറൊരു ദിവസം കാണിച്ചു തരുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ അച്ഛാ ഒരു ബൈ ബൈ പറഞ്ഞോളൂ. ബൈ ബൈ ഗൈസ്. ചെയ്ത് നോക്കണം കേട്ടോ, വളരെ ബെസ്റ്റ് സാധനമാണേ.